ഈ ലോകകപ്പിൽ തങ്ങളുടെ മികച്ച ഫോമിന്റെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല ആൽബി സെലസ്റ്റുകൾ. അവരുടെ അറ്റാക്കിംഗ് മികവും കുറച്ചേറെയായി ഒരേ ടീം തന്നെ കളിക്കുന്നത് വഴിയുള്ള ഒത്തിണക്കവുമാണ് അവരുടെ ആകെയുള്ള പ്ലസ് പോയിന്റുകൾ. ഇതിന് തെളിവാണ് ഈ ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതും അവസാന 4 കളികളിൽ ഒരു ക്ലീൻ ഷീറ്റ് പോലും ഇല്ലാത്തതും. കാബോ വെർദെയും സ്വിറ്റ്സർലൻഡും കടലാസിൽ അവരെക്കാൾ കരുത്തരല്ലാതിരുന്നിട്ട് പോലും മറികടക്കാൻ എക്സ്ട്രാ ടൈം വരെ കഷ്ടപ്പെടേണ്ടി വന്നു മെസ്സി ആൻഡ് കമ്പനിക്ക്. നിലവാരത്തിൽ താഴെയുള്ള വിങ്ങർമാർ, പ്രതിരോധ നിര, മെസ്സിയുടെ മേലുള്ള അമിത ആശ്രയത്വം, ഇത്രയൊക്കെ ഉണ്ടായിട്ടും സ്കലോണിയുടെ ടീം ടൂർണമെന്റിൽ ഇതുവരെയുള്ള എല്ലാ മാച്ചും ജയിച്ചത് അവസാന നിമിഷം വരെ പൊരുതാനുള്ള ചാമ്പ്യൻ ടീം സ്പിരിറ്റ് ഉള്ളതുകൊണ്ട് കൂടിയാണ്. മറുവശത്ത് നല്ല ആഴത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഇംഗ്ലണ്ടാണ് എതിരാളി. അവർ മൊത്തം സ്കോർ ചെയ്ത 13-ൽ 12 ബെല്ലിംഗാമും കെയ്നും കൂടി പങ്കിട്ടെടുക്കുന്ന സാഹചര്യം വേൾഡ് കപ്പിൽ ഇതുവരെ ഒരു ടീമിനും ഉണ്ടായിട്ടില്ല. ടീം സ്റ്റാറ്റസ് നോക്കിയാൽ ഇംഗ്ലണ്ട് നിരയിൽ സസ്പെൻഷനിലുള്ള ക്വാൻസയും പരിക്കും ഭേദമാവാത്ത ഹെൻഡേഴ്സണും ഇന്നും ഉണ്ടാവില്ല. ഫിറ്റ്നസ് പ്രശ്നമുള്ള സാക്കയും ഡിക്ലൈൻ റൈസും എത്രത്തോളം അവൈലബിൾ ആവുമെന്ന ആശങ്കയുമുണ്ട്. അർജന്റീന ടീമിൽ 26 പേരും പക്കാ ഫിറ്റാണ്. ഗോൾ സ്കോറിംഗ് മെഷീനുകളായ കെയ്നും ബെല്ലിംഗാമും തന്നെ 3 ലയൺസ് സൈഡിലെ ശ്രദ്ധാകേന്ദ്രം. 3-5-2 അറ്റാക്കിംഗ് ഫോർമേഷനിൽ ഇറങ്ങാൻ സാധ്യതയുള്ള അർജന്റീനയുടെ മുൻനിരയെ പിടിച്ചുകെട്ടാൻ ആൻഡേഴ്സന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് ഡിഫൻസിന് സാധിക്കുമോ എന്നതായിരിക്കും ഇന്നത്തെ $1 മില്യൺ ക്വസ്റ്റ്യൻ. മെസ്സിക്കും അൽവാരസിനുമുള്ള സപ്ലൈ ലൈൻ കട്ട് ചെയ്താൽ ഇംഗ്ലണ്ടിന്റെ പണി പകുതി കഴിഞ്ഞു. അർജന്റീനയുടെ പ്രസിംഗ് ഗെയിമിന് മറുപടിയായി പെട്ടെന്നുള്ള കോർഡിനേറ്റഡ് കൗണ്ടർ അറ്റാക്കുകൾ വഴി പോസ്റ്റിലേക്ക് ഇരച്ചെത്തിയാൽ ഗോൾ ലൈനിലുള്ള മാർട്ടിനസിനെ വീഴ്ത്തുന്ന പണി വൃത്തിയായി ചെയ്താൽ മാത്രം മതിയാകും. പ്രീമിയർ ലീഗിൽ ആസ്റ്റൺ വില്ലയുടെ കീപ്പറായ മാർട്ടിനസിന്റെ രീതികൾ പരിചയമുള്ള ടുക്കലിനും കൂട്ടർക്കും അത് ഒരു ബാലികേറ മലയാവാൻ തരമില്ല. എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് ഷൂട്ടൌട്ടിലേക്ക് മാച്ച് നീണ്ടുപോയാൽ മാർട്ടിനസിന്റെ പ്രകടനമാകും ഇന്ന് നിർണായകമാവുക.